വരയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ സെന്റർ അടയാളപ്പെടുത്തിയില്ലേ, ഇനി ഇവിടുന്ന് മേലേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. മേലേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് വന്ന് വീണ്ടും ഇങ്ങോട്ട് ചെരിച്ചു പോവാം. ഇവിടുന്ന് ഇങ്ങനെ ആദ്യം 1 ഇഞ്ചോളം സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു കേർവോട് കൂടി ഇങ്ങനെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഈ വരച്ചേക്കുന്നത് ബാക്കിലേക്കുള്ള കൈക്കുഴി, ബാക്ക് ആം ഹോളിന്റെ അങ്ങോട്ടേക്കുള്ളതാണ് ഇപ്പൊ വരച്ചേക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരയ്ക്കാൻ പോവാണ്. ഈ ആദ്യം വരച്ചേക്കണ ഈ വരയുണ്ടല്ലോ, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ സെന്ററിലേക്ക് നമ്മൾക്ക് എന്തോരം ഉണ്ടെന്ന് നോക്കാം. അതിന്റെ നേർപകുതി ഇവിടെ അടയാളപ്പെടുത്താം. മനസ്സിലായെന്ന് വിചാരിക്കണേ. അതോടൊപ്പം ഈ സെന്ററിൽ നിന്ന് ഇങ്ങറ്റം വരെ ഉള്ളതിന്റെ നേർപകുതി എടുക്കുക, അതിന്റെയും സെന്റർ അടയാളപ്പെടുത്താം. അപ്പൊ ആദ്യം നമ്മൾ വരച്ചത് ബാക്ക് ആം ഹോൾ ആണ്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് ആം ഹോൾ ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി ഈ ആദ്യം വരുന്ന ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മേലോട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തി. ഇവിടെ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി മേലോട്ട്, ഇവിടെ 1/4 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി. മനസ്സിലായോ? അതായത് ഇങ്ങനെ ആദ്യം തന്നെ ഈ സെന്റർ, ഈ പോയിന്റിൽ നിന്ന് ഈ സെന്റർ വരെ ഉള്ളതിന്റെ സെന്റർ ഭാഗം കണ്ടുപിടിച്ചു. എന്നിട്ടൊരു 1/4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തി. ഇവിടുന്ന് ഇവിടത്തോളം വരെ ഉള്ളതിന്റെ സെന്റർ കണ്ടുപിടിച്ച് 1/4 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് നേരെ ഈ പോയിന്റിലേക്ക് വന്ന് അവിടുന്ന് പിന്നെ ഈ സെന്ററിലേക്ക് വരണം. വീണ്ടും ഈ പോയിന്റിലേക്ക് വന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകണം. ഇവിടുന്ന് ആദ്യം ഇങ്ങനെ വരച്ചു, ഇവിടത്തുള്ളവർ വരച്ചില്ലേ. ഇനി ഇവിടുന്ന് ഈ സെന്ററിലേക്ക് വരണം. ഇങ്ങനെ സെന്ററിലേക്ക് വന്നു, വേണ്ട, ഇവിടുന്ന് ഇങ്ങനെ സെന്ററിലേക്ക് വന്നു. ഇനി ഈ പോയിന്റിലേക്ക് സെന്ററിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് ഈ പോയിന്റിലേക്ക് വന്നു, അവിടുന്ന് നേരെ മേലേക്ക് പോയി. ഇത് നമ്മുടെ ഫ്രണ്ട് ആം ഹോള് വരും. ഇതിന് ആദ്യം വരച്ചത് ബാക്ക് ആം ഹോൾ ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം തന്നെ നമ്മളിവിടെ തുണിയെ 2ആക്കി മടക്കിയിട്ടു. ഇവിടെ നമ്മളുടെ ഫോൾഡ് വശമാണ്, അതായത് സ്ലീവിന്റെ ലെങ്ത് വരും. ഇവിടെ സ്ലീവ് ലൂസ്, അല്ലെങ്കിൽ നമ്മൾ പറയും സ്ലീവ് റൗണ്ട് എന്നൊക്കെ പറയും, കൈവണ്ണം, അത് ഈ ഭാഗത്ത് വരും. ഇവിടെ സ്ലീവിന്റെ കേർവ് നമ്മൾ അടയാളപ്പെടുത്തി, മേലിൽ നിന്ന് കേർവ് അടയാളപ്പെടുത്തി. ഈ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ആദ്യം തന്നെ ഒരു വര വരച്ചു. അതിന്റെ സെന്റർ കണ്ടുപിടിച്ചു. അവിടുന്ന് മേലോട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ 3 പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ വരച്ചെടുത്തു. ഞാനിപ്പോ ബ്ലൂ കളർ ചോക്ക് കൊണ്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് ആദ്യം ഇങ്ങനെ വരച്ച് സെന്ററിലേക്ക് വന്നു, വീണ്ടും ഇങ്ങോട്ട് വരച്ചു. കണ്ടാ, ഇതാണ് നമ്മുടെ ബാക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു. അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോയിന്റിന്റെയും സെന്റർ കണ്ടുപിടിക്കുക. ആദ്യം ഇവിടെ ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തി. മനസ്സിലായില്ലേ? അതുപോലെ ഈ സെന്ററിന് ഈ സെന്റർ കണ്ടുപിടിക്കുക. 1/4 ഇഞ്ച് ഞാൻ കീഴോട്ട് താഴേക്ക് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടുന്ന് ആദ്യം വരച്ച 1/4 ഇഞ്ച് മേലോട്ടുള്ളതിലേക്ക് മുട്ടിച്ചു. അവിടുന്ന് നമ്മുടെ മെയിൻ സെന്ററിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് താഴെ വരച്ച 1/4 ഇഞ്ചിലേക്ക് മുട്ടിച്ചിട്ട് വീണ്ടും ഇങ്ങറ്റത്തേക്ക് പോയി. അങ്ങനെ നമ്മളെ ഫ്രണ്ട് ആം ഹോൾ കർവ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് 1.5 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് വന്നേക്കുന്നത്, അതും അടയാളപ്പെടുത്തി വെക്കാം. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞല്ലോ. ഇനി ഇതിനെ നമ്മൾ കറക്റ്റ് ആണോ അല്ലേ എന്ന് അറിയാൻ നമ്മള് ആദ്യം വെട്ടി വെച്ചേക്കണ ചുരിദാറിന്റെ ആം ഹോൾ എടുക്കുക. എന്നിട്ട് ഈ സെന്റർ പോയിന്റും ഇതിന്റെ ഷോൾഡറിന്റെ അവിടെയും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കണ്ട,